അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 71 സങ്കീർത്തനം 23 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവം ഇവിടെ വിവരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുവാനായി വളരെയധികം സമയം കണ്ടെത്തുന്നവനാണ് ഇദ്ദേഹം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ നാം സ്തുതിക്കാമെങ്കിൽ നമ്മിൽ അവൻ പ്രസാദിക്കും എന്നതിന് സംശയമില്ല. പഴയ നിയമകാലത്ത് ദൈവത്തെ ബഹുമാനിക്കുന്നതിനായും പാപപരിഹാരത്തിനായും സ്വമേധാദാനങ്ങളും വഴിപാടുകളും പാപയാഗങ്ങളും അർപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ യെശയ്യാ പ്രവചനം 1 അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ സ്തുതിയും എല്ലാ യാഗവും ദൈവം സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ദൈവത്തിന് നാം കഴിക്കുന്ന സ്തോത്രയാഗമാണെങ്കിലും പഴയ നിയമകാലത്ത് അർപ്പിച്ചിരുന്ന മൃഗബലി ആയിരുന്നപ്പോഴും ഊനമില്ലാത്ത മൃഗത്തെയും ഊനമില്ലാത്ത പാപം ചെയ്യാത്ത ഹൃദയത്തിൽ നിന്നുള്ള സ്തുതി സ്തോത്രങ്ങളെയും ആരാധനയെയും മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. യെശയ്യാ പ്രവചനം 1 അധ്യായം 15 വാക്യത്തിൽ നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കൈ മലർത്തുമ്പോൾ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം അത് സ്വീകരിക്കണമെങ്കിൽ, ദൈവം അതിൽ പ്രസാദിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് യെശയ്യാ പ്രവചനം 1 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്നും നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെയായിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. യെശയ്യാ പ്രവചനം 1 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ഇവിടെയെല്ലാം ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം, നാം അകൃത്യം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം തൻ്റെ മുഖം മറയ്ക്കുകയും നാം കുറ്റമില്ലായ്മയിൽ കൈ കഴുകി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ യഹോവയാ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം ക്ഷമിക്കുകയും നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുകയും ചെയ്യും എന്നാണ്. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ വീണ്ടും പാപത്തിൽ രസിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നാം നിത്യനരകത്തിൽ ചെന്ന് വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. തന്നെയുമല്ല, ഹൃദയത്തിൽ അകൃത്യം സൂക്ഷിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ പ്രവേശിക്കുവാൻ കഴിയാതെ പോകുന്നു. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നതിന് മറ്റാരെക്കാളും യോഗ്യതയുള്ളത് യേശുവിനോട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുള്ളവർക്കും യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ടുള്ളവർക്കുമാണ്. യഹോശഫാത്ത് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിരുടെയും സീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അമ്മോന്യരും മോവാബിരും സീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. യഹോശഫാത്തും അവൻ്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലും അധികം ഊരിയെടുത്തു. കൊള്ള അധികമുണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20 അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ജീവിതത്തിൽ നിരാശ നിറഞ്ഞ സാഹചര്യം ഉണ്ടാകുമ്പോൾ, കർത്താവെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കേണ്ടി വരുമ്പോൾ യഹോശഫാത്തിൻ്റെ ദൈവത്തെയാണ് നാം ഓർക്കേണ്ടത്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു.
യഹോശാഫാത്തിൻ്റെ വിശ്വസ്തതയാൽ ദൈവം അവൻ്റെ മുഖത്തെ ആദരിച്ചു. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും യഹോശാഫാത്ത് ദൈവത്തിന് വേണ്ടി ചെയ്തില്ല. ഒത്തിരി ദൈവത്തിന് വേണ്ടി യഹോശാഫാത്ത് അധ്വാനിച്ചില്ല. അവൻ്റെ പ്രമാണം അനുസരിച്ചു എന്ന് മാത്രം. നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന ചിന്ത വരുമ്പോൾ നമ്മെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും ഒന്ന് നോക്കിയാൽ പിന്നെ നാം ഒരിക്കലും പറയില്ല ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന്. ദൈവത്തിന് നമ്മുടെ അധ്വാനമല്ല, അനുസരണമാണ് വേണ്ടത്. ദൈവത്തിന് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ഹൃദയമാണ് ആവശ്യം. നമ്മുടെ ഹൃദയം സ്തുതി സ്തോത്രങ്ങൾ മാത്രം ഉള്ളതായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അഥവാ ഏതെങ്കിലും ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ പിറുപിറുപ്പില്ലാതെ സ്തോത്രത്തോടെ കർത്താവിനോട് പറഞ്ഞാൽ യേശു അതിൻ്റെ പരിഹാരം വരുത്തിത്തരും നിശ്ചയം. പേഴ്സ് കളഞ്ഞുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഏതോ ആവശ്യത്തിന് പേഴ്സ് എടുക്കുവാൻ നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടെന്ന്. കൂട്ടുകാർ കേൾക്കെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പേഴ്സ് പോയി, സ്തോത്രം എന്ന്. ഇത് കേട്ടവർക്ക് ഇത് പറഞ്ഞവനോട് ദേഷ്യം തോന്നി. താങ്കൾ എന്തിനാണ് നഷ്ടം വന്നതിന് സ്തോത്രം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, പേഴ്സല്ലേ പോയുള്ളൂ, പേഴ്സിന് വേണ്ടി അവർ എൻ്റെ ജീവൻ എടുത്തില്ലല്ലോ. തന്നെയുമല്ല എല്ലാ ദിവസവും ആ പേഴ്സിൽ വലിയ ഒരു തുക ഞാൻ വെക്കാറുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ ഇന്ന് ഞാൻ അല്പം പണമേ അതിൽ സൂക്ഷിച്ചിരുന്നുള്ളൂ. എൻ്റെ പണം മുഴുവൻ പോയില്ലല്ലോ. തന്നെയുമല്ല എൻ്റെ പാൻറ്റിൻ്റെ പുറകിൽ പേഴ്സ് സൂക്ഷിക്കുവാൻ പറ്റിയ ഇടമല്ല എന്ന യാഥാർത്ഥ്യവും ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ചെറിയൊരു നഷ്ടവും പഴയൊരു പേഴ്സും മാത്രമേ പോയുള്ളൂ. ഏതൊരു വ്യക്തിയും ശരിയായി പഠിക്കുവാൻ അല്പം ചിലത് നഷ്ടപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിച്ചത്. തൻ്റെ മറുപടി കേട്ടപ്പോൾ മാത്രമാണ് കേട്ടു നിന്നവർക്ക് പൗലോസ് എഴുതിയ വാക്യത്തിൻ്റെ പൊരുൾ ശരിയാവണ്ണം മനസ്സിലായത്. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ എന്നാണ് കർത്തൃദാസൻ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണൻ ഘോഷിച്ച് ആനന്ദിക്കും. നമ്മുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ആർക്കും നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. വസ്തുവക വീണ്ടെടുക്കുവാൻ വസ്തുവക കൊടുത്താൽ മതിയാകും. ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വസ്തുവകയ്ക്കാകില്ല. തന്നെയുമല്ല മരണകരമായ പാപം ചെയ്ത ഒരാളെ വീണ്ടെടുക്കുവാൻ വീണ്ടെടുപ്പ് വില മേടിക്കരുതെന്ന് ന്യായപ്രമാണത്തിലെ ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥ ഉണ്ട്. വ്യവസ്ഥ പ്രകാരമുണ്ടെങ്കിലും പാപികളെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ ഓമനപുത്രനെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനായി ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ സ്വമേധയാ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നരകത്തിന് അവകാശികളായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപം നീക്കി യേശുവിൻ്റെ ആത്മാവിനാൽ നമ്മെ ദൈവമക്കളാക്കി തീർത്തു. നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വെള്ള സിംഹാസന ന്യായവിധി കഴിയണം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 24-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-15 വാക്യങ്ങളും വായിച്ചാൽ യേശു നമ്മെ ഇവിടെ നിന്നാണ് രക്ഷിച്ചതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോകുകയുമില്ല. അവർ സകല ജഡത്തിനും അറപ്പായിരിക്കുമെന്ന് യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 24-ാം വാക്യത്തിലും. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിലും. ജീവപുസ്തകത്തിൽ പേർ എഴുതി കാണാത്ത ഏവനെയും തീ പുകയിൽ തള്ളിയിടും എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 3 വാക്യങ്ങളിലും നാം കേട്ടു, ഭയാനകമായ സാഹചര്യങ്ങളാണ് യേശുവിനെതിരെ പാപം ചെയ്ത് ജീവപുസ്തകത്തിൽ പേര് വരാതിരിക്കുകയോ ജീവപുസ്തകത്തിൽ നിന്നും പേര് മായ്ച്ച് കളയുകയോ ചെയ്താൽ വരുന്നത്. എന്നോട് പാപം ചെയ്യുന്നവരുടെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ച് കളയും എന്ന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരുടെ പേര് സ്വർഗത്തിൽ എഴുതുമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
വലിയ വിപത്തിൽ നിന്നാണ് യേശു നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മാവിനാണ് ഇപ്പോൾ രക്ഷ കൈവന്നിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണൻ സന്തോഷിക്കും എന്ന്. അതെ, നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത കർത്താവിനെ വിശുദ്ധ ഹൃദയത്തോടെ നാം പാടി സ്തുതിക്കുമ്പോൾ നിരാശകളും നെടുവീർപ്പുകളും ദൈവം ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളയുകയും യഹോശഫാത്തിന് 3 രാജാക്കന്മാർ മൂലമുള്ള യുദ്ധത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ കർത്താവ് നമ്മുടെ യുദ്ധങ്ങൾ നടത്തി നമ്മെ വിജയികളാക്കി തീർക്കുകയും ചെയ്യും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്കും യഹോശഫാത്തിനെ പോലെ ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റി കൊടുക്കണമേ. മാനസാന്തരപ്പെടാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അങ്ങയുടെ മക്കളായി തീരുവാൻ അവരെ സഹായിക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി, ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.